വയനാട്ടിൽ ദുരന്തഭൂമിയിൽ തെരച്ചിൽ നടപടികൾ ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടി തെരച്ചിൽ നടപടികൾ ആരംഭിച്ചു. അതുപോലെ തന്നെ 6 സംഘങ്ങളായി തിരിഞ്ഞ 6 സെക്ടറുകളിലേക്കാണ് തെരച്ചിൽ സംഘങ്ങൾ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കിണറുകളിലും പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിലുള്ള നടപടികൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന് ഹെലികോപ്റ്റർ ദൗത്യമാണ്. അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ എത്തും. ഹെലികോപ്റ്ററുമായി അതിൽ 12 രക്ഷാപ്രവർത്തകർ ഈ സൺറൈസ് വാലി ഭാഗത്തേക്ക് പോകും. അതായത് ചാലിയാറിന്റെ ഉൾഭാഗമാണ്, വനപ്രദേശമാണ്. ആ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം അത് മനുഷ്യന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള വളരെ ദുർഘടം പിടിച്ച പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തകരെ ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹെലികോപ്റ്ററിൽ അവിടെ എത്തിയതിനു ശേഷം അവർ ചാലിയാറിന്റെ 2 കരകളിലും 6 പേരടങ്ങുന്ന 2 സംഘമായി തിരിഞ്ഞ് പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിന് തന്നെ ഹെലികോപ്റ്റർ എത്തിച്ചേരും. അതിനുശേഷം കൽപ്പറ്റയിൽ നിന്ന് ഹെലികോപ്റ്റർ പുറപ്പെടുകയും ചെയ്യും. സിജു കണ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന്. സിജു, ഇന്നത്തെ തെരച്ചിൽ നടപടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. വിവിധ സെക്ടറുകളിലേക്ക് ഈ ദൗത്യസേനാംഗങ്ങളെല്ലാം നിയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ചൂരൽമലയിൽ ഏറ്റവും അവസാനമാണ്, കാരണം ഈ പറയുന്ന പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ചൂരൽമലയിൽ തെരച്ചിൽ നടപടികൾ ആരംഭിക്കാറുള്ളത്. അവിടെ തെരച്ചിൽ തുടങ്ങിയോ? നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ മഴയുണ്ടായിരുന്നു. മഴ മാറിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? മനു, മഴയൽപ്പം മാറി നിന്നിട്ടുണ്ട്. ചൂരൽമലയിൽ കൂടി ബെയിലി പാലം വഴി ഓരോ മേഖലകളിലേക്ക് നിയോഗിച്ച ആളുകളെ കടത്തിവിടുകയാണ് സന്നദ്ധ പ്രവർത്തകർ. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾ, സൈന്യം, പോലീസ്, അഗ്നിരക്ഷാ സേന, SDRF, NDRF സംഘങ്ങളെല്ലാം തന്നെ പരിശോധനയുടെ ഭാഗമായി ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, DYFI പ്രവർത്തകരാണ്, യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകരെ, വിവിധ മേഖലകളിലേക്ക് രജിസ്റ്റർ ചെയ്ത് വിന്യസിച്ച പ്രവർത്തകരെ DYFI പ്രവർത്തകർ അങ്ങോട്ട് കടന്നു പോവുകയാണ്. ബെയിലി പാലം വഴി അല്പസമയത്തിനകം കടന്നു പോകും. നേരത്തെ 100-ലധികം DYFI യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. ഈ മേഖലകളിൽ പരിശോധനയുടെ ഭാഗമാവുകയാണ് ഇവർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന പരിശോധനയാണ് ഇവിടെ പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ഈ ചൂരൽമല മേഖലകളിൽ നടക്കാൻ പോകുന്നത്. 6 സെക്ടറുകളായി തിരിച്ചുകൊണ്ട് അട്ടമല, പുഞ്ചിരിമട്ടം, ചൂരൽമല, മുണ്ടക്കൈ തുടങ്ങിയ മേഖലകൾ 6 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കിണർ ഉൾപ്പെടെയുള്ള ഓരോ മേഖലകളിലെ വീടുകളിലെ കിണറുകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജനവാസ മേഖലകൾ, വീടുണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായും പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരുന്നത്. ആളുകൾ, പ്രദേശവാസികൾ കാണിച്ചു തരുന്ന സ്ഥലങ്ങൾ, വീടുണ്ടായിരുന്ന സ്ഥലങ്ങൾ, പള്ളി ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ആ സ്ഥലങ്ങളിൽ കൃത്യമായും പരിശോധന നടത്തുന്നു. ചെളിയടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ, രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ തെരച്ചിലിൻ്റെ ഭാഗമായി ഈ മേഖലകളിൽ അരിച്ചു പെറുക്കുന്നു. ഈ രീതിയിലുള്ള പരിശോധനയാണ് ഇന്നും നടക്കാൻ പോകുന്നത്. ഓരോ മേഖലയും കൃത്യമായി കവർ ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് പരിശോധനകൾ പൂർത്തിയാക്കുക എന്നാണ് ലക്ഷ്യമിടുന്നതെന്ന് നേരത്തെ അല്പസമയം മുമ്പ് ജില്ലാ കലക്ടർ പരിശോധനയിൽ അറിയിച്ചിരുന്നു. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടത്തിയിരുന്ന പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഒരു വിലയിരുത്തലും കൂടി ഇന്നുണ്ടാകും. ഏതെങ്കിലും മേഖലകളിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകൾ മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട മേഖലകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് കൂടുതൽ പരിശോധന നടത്താനുമുള്ള ഒരു ശ്രമം കൂടി നടക്കും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ രാവിലെ മുതൽ കൊടുക്കുന്നതാണ്, ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പുഞ്ചിരിമട്ടം മുതൽ ഈ അപകടമുണ്ടായ ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രഭവ കേന്ദ്രം മുതൽ ഈ ദുരന്തബാധിത മേഖലകളെല്ലാം തന്നെ വിശദമായ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്താൻ കഴിഞ്ഞു. ആ പരിശോധനയിലാണ് നിരവധി മൃതദേഹങ്ങൾ, അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ചാലിയാറിൻ്റെ തീരങ്ങളിൽ ഈ ചൊവ്വാഴ്ച അപകടമുണ്ടായ സമയം മുതൽ വിശദമായ പരിശോധന നടക്കുന്നു. DYFI യൂത്ത് ബ്രിഗേഡിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ കുത്തൊഴുക്കിലും വലിയ പ്രതിസന്ധിയിലും ഈ മേഖലകളിൽ പരിശോധന നടത്തി, വനമേഖലകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി നിരവധി മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സൂചിപ്പാറ ഉൾപ്പെടുന്ന മേഖലയിൽ മനുഷ്യർക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലെ ഒരു പരിശോധനയാണ് പൂർത്തിയാക്കാനുള്ളത്. അതിനാണ് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വനംവകുപ്പിലെ 2 ഉദ്യോഗസ്ഥർ, SOGയിലെ 4 ഉദ്യോഗസ്ഥർ, അതോടൊപ്പം 6 സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് ഹെലികോപ്റ്റർ മാർഗം ഇങ്ങോട്ട് കടത്തിവിടുന്നത്, ഇവിടെ എത്തിക്കുന്നത്. 6 പേരെ വീതം 2 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട്, 2 ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ഈ വനമേഖലയിൽ കൃത്യമായ പരിശോധന നടത്തും. ആ പരിശോധനയിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.